നമസ്കാരം. ജനുവരി മാസം 27-ാം തീയതി ആപ്ര ഒരു പുതിയ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അനൗൺസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുതിയ 2 പാത്ത് വേ ഓവർസീസ് ക്വാളിഫൈഡ് നേഴ്സിനായിട്ട് തുറക്കുന്നുണ്ട്. ആ പാത്ത് വേ 2 എണ്ണമാണുള്ളത്. പാത്ത് വേ നമ്പർ 2 ആണ് നമുക്കൊക്കെ ആപ്ലിക്കബിളായിട്ട് വരിക, അല്ലെങ്കിൽ നമ്മളുടെ മലയാളികൾക്ക് കൂടുതൽ ആപ്ലിക്കബിളായിട്ട് വരുന്നത്. പാത്ത് വേ 2 പ്രകാരം 2017 ശേഷം UK, അയർലൻഡ്, USA, കാനഡ, സ്പെയിൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിങ്ങൾ 1800 മണിക്കൂർ നേഴ്സിംഗ് സേവനം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്കി ഇല്ലാതെ ഈ വരുന്ന ഏപ്രിൽ മാസം 2025 ഏപ്രിൽ മാസം മുതൽ ഓസ്കി ഇല്ലാതെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അതാണ് പാത്ത് വേ 2 പ്രകാരം ഉള്ള. പാത്ത് വേ 1 ഉണ്ട്, അതിനെ കഴിഞ്ഞ് നമുക്ക് പാത്ത് വേ 2 ആണ് കൂടുതൽ ആപ്ലിക്കബിളായിട്ട് വരിക. അപ്പം അതിന് പ്രകാരം നിങ്ങൾ അങ്ങനെയുള്ള എലിജിബിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് അതൊക്കെ മീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ നിസ്സാരമായ നടപടികളിലൂടെ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ഈസി ആയിട്ട് എടുക്കാം. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ന്യൂസിലാൻഡ് പാത്ത് വേ വഴിയായിരുന്നു. ന്യൂസിലാൻഡ് പാത്ത് വേയിൽ ഇപ്പം ഒത്തിരി പേർക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരോട് എല്ലാവരും ഓസ്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷനിൽ പരാജയപ്പെട്ടു പോയ ആളുകൾക്ക് ഇവിടെ ഇതൊരു സുവർണ അവസരമാണ്. സുവർണ അവസരം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 10 കൊല്ലം മുമ്പെങ്ങാണ്ടാണ് ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം രണ്ടാമത് തുറന്നിരിക്കുകയാണ്. ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് അല്ല, ഇത് ടെമ്പററി ഓപ്പണിംഗ് ആണെന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തെടുക്കാം. ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഇവർ പറയുന്നത് ലാംഗ്വേജ് ടെസ്റ്റ് വാലിഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഈയിടെ നിയമം മാറ്റി, അതായത് 6.5 റേറ്റിങ്ങിനും ബാക്കി എല്ലാത്തിനും 7 IELTS സ്കോർ. അതിൻ്റെ തത്തുല്യമായ സ്കോറാണ് മറ്റുള്ള ലാംഗ്വേജ് ടെസ്റ്റുകളിലും വേണ്ടത്. OET ആണെങ്കിലും ടോഫൽ ഒക്കെ ഇതിനൊക്കെ അങ്ങനെയാണ് വേണ്ടത്. ഇനി 2 വർഷത്തിന് പഴയ സ്കോറാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം UK പോയി, 2021 UK പോയി, അവിടുന്ന് അന്ന് IELTS എഴുതി, അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വരെ UKയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അതവർ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെല്ലാം ഈ പറയുന്ന ആപ്രയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. അപ്പോൾ ഇവർ ഇതിന് പ്രകാരം ഒരു ഡോക്യുമെൻറ്റ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒരു 3 പേജുള്ള സാധനം. അത് ഞാൻ നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളതിൽ കയറി നിങ്ങൾ തന്നെ ഒന്ന് വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നഴ്സുമാരെ റീലൊക്കേറ്റ് ചെയ്യാനും ജോലി കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അതുപോലുള്ള സപ്പോർട്ടും അസിസ്റ്റൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. വീട് കണ്ടുപിടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ രജിസ്ട്രേഷനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ഇമെയിൽ അഡ്രസ്സ് താഴെ കൊടുത്തിട്ടുണ്ട്, ocmalayaliblogs@gmail.com. സമയം കളയണ്ട, നോക്കി നിൽക്കേണ്ട. കാരണം നമുക്ക് സമയം ഒരിക്കലും ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നില്ല. ഈ നിയമങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. ഇത് സുവർണാവസരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല. അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. അതുകൊണ്ട് ആരും ടൈം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ സ്ക്രീനിൽ കാണാം. ബൈ.